Hello guys, welcome to my YouTube channel, Fukru Vlogs. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോയിൽ വരാൻ കാരണം ഞാൻ വലിയ ട്രോളനൊന്നുമല്ല. ഇപ്പം റിയാക്ഷൻ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് റിയാക്ഷൻ ചെയ്ത് ഹിറ്റായ ഒരാളുടെ വീഡിയോ എടുത്ത് ഞാനൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാൻ പോവാം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു നോക്കട്ടെ. അപ്പോൾ നമ്മൾ അർജുൻ ബ്രോയുടെ വീഡിയോയിൽ ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട്, അതിനെ നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്ലിപ്പ് നോക്കാം. അടുത്ത വീഡിയോ പുള്ളിയെ കുറ്റം പറഞ്ഞ കാര്യമല്ലേ, ഇതൊക്കെ കണ്ടാൽ പിന്നെ എങ്ങനെ ട്രോൾ ചെയ്യായിരിക്കും. അപ്പം പുള്ളിയെ കുറ്റം പറയുമല്ല, പക്ഷേ പുള്ളിയുടെ വീഡിയോയിൽ ചില കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാവത്തില്ല. അങ്ങനെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്തു. പുള്ളിയുടെ വീഡിയോയിലെ വേറൊരു ക്ലിപ്പ് നമുക്ക് കണ്ടുപോകാം. നമുക്ക് സുഹൃത്തിനെ വെൽക്കം ചെയ്യാം. അത് തന്നെ എനിക്ക് തോന്നി. ഈ പാവനെ എവിടെ കണ്ടിട്ടുണ്ട്, പാവനെ ഇതേപോലെ ഒരാളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ലേ ആളെ കിട്ടിയത്. പുള്ളിയുടെ അടുത്തൊരു ചെറിയ ക്ലിപ്പ് നമുക്ക് കണ്ടിട്ടുണ്ട്. നിനക്കറിഞ്ഞൂടെ ആണിന് എന്തും ഏറ്റവും വലുതെന്ന്? എന്തെങ്കിലും ഒന്ന് പറയാൻ പാവയോട്. അപ്പം നമുക്ക് വേറൊരു ക്ലിപ്പ് കണ്ടുപോകും. അവൻ ഫോണും വിളിച്ച് വായി നോക്കി നടന്നിട്ട് അവനാരോ പേടിക്കും. ഓ, കാര്യം മനസ്സിലായി. ഒന്നും പറയുന്നില്ല കൂടുതൽ. അതെന്നെ കൂടുതലൊന്നും പറയണ്ട. എന്തോ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. ആൾക്കാർക്ക് മനസ്സിലാവും ഈ കാലത്ത്. അപ്പം അത് അത്ര നല്ല സുഖമുള്ളൊരു റിയാക്ഷനായിട്ട് എനിക്ക് തോന്നില്ല, റിയാക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് വളരെ മോശമായിട്ട്. ഈ കണ്ണാടി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ഒരു ചോദ്യം വരായിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഗ്ലാസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ റിംഗ് ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് ഇതിനകത്ത് അടിക്കും. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഗ്ലാസ് ഊരി വെച്ചതാണ്. നമുക്ക് അടുത്തൊരു ക്ലിപ്പ് കണ്ടു നോക്കാം. എന്തോ നടി എന്നെ കേൾവിമാ. ഐ ആം എ ഡോക്ടർ ആൻഡ് ഡ്യൂട്ടി ഫസ്റ്റ്. ഡോക്ടറൊക്കെയാണ്, പക്ഷേ അവൻ വെച്ചേക്കുന്ന 50 രൂപയുടെ ഹെഡ്സെറ്റാണ് അവൻ വെച്ചേക്കുന്നത്. ഓ മൈ ഗോഡ്, 50 രൂപയുടെ ഹെഡ്സെറ്റോ? 50 രൂപയുടെ ഹെഡ്സെറ്റ് എവിടെ കിട്ടും? ഇത് എനിക്കറിയാൻ പറ്റത്തോട്ട് പോയി. 50 രൂപയുടെ ഹെഡ്സെറ്റ് കൊള്ളാം, പൊളി സാധനം. ഹെഡ്സെറ്റ് ഞാൻ ഇപ്പോൾ എടുത്തതാ. അപ്പോൾ ഇനി തൊപ്പി വരാനുണ്ട്, തൊപ്പി വഴിയേ വരും. നമുക്ക് വേറൊരു ക്ലിപ്പ് കണ്ടു നോക്കാം. അവൾക്ക് വെയിലടിച്ചപ്പം ഇവൻ പോയി അവളുടെ മുമ്പിൽ പോയി ചോറി 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 ഇത് 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 ചോറി തന്നെ, ഇത് ചോറി തന്നെ. ചോറിക്ക് പറ്റിയ ഒരു മരുന്നുണ്ട്. खुजली है भाई खुजली है, खुजली है भाई खुजली है, ये इधर भी होती है ये उधर भी होती है, ये इधर भी होती है ये उधर भी होती है, खुजली है भाई खुजली है, खुजली है भाई खुजली है, ये कभी भी होती है ये कहीं भी होती है, खुजली है भाई खुजली 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 है, ये इनको നമ്മുടെ അർജുൻ ബ്രോയുടെ വേറൊരു വീഡിയോ ഉണ്ട്, നോക്കാം. ഇട്ട് കളയണം. സൗണ്ട് ഓഫ് ചെയ്യത്, സൗണ്ട് ആവശ്യമില്ലാത്ത സൗണ്ട് ഇട്ടല്ലേ. സോറി, അത് റോങ് ആയിപ്പോയി, മൈ മിസ്റ്റേക്ക്. അപ്പോൾ വേറൊരു ക്ലിപ്പ് കണ്ടു നോക്കാം. ആദ്യം പറഞ്ഞ പോലെ ആദ്യം നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ റീച്ച് കയറാൻ പോകുന്ന കണ്ടോളൂ. എക്സ്പ്രഷൻ മസ്റ്റ് ആണ്.
ഗെയ്സ്, നിങ്ങളൊരു ടിക്ടോക്ക് സ്റ്റാർ ആയിരിക്കുന്നു ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ. അത് തന്നെ. അപ്പം നമുക്ക് റീച്ച് ആവാൻ, യൂട്യൂബിൽ റീച്ച് ആവാൻ മെയിനായിട്ട് വേണ്ടുന്ന സാധനം ഒരു ഹെഡ്സെറ്റ്, തൊപ്പി ഇടാൻ മനസ്സിലെ, ഒരു തൊപ്പി, പിന്നെ ഒരു വൈറ്റ് കണ്ണാടി. ഈ കണ്ണാടിയുടെ ഗ്ലാസ് ഞാൻ ഊരിക്കളഞ്ഞു, ഇത് റയറാ. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റാർ ആയി കഴിഞ്ഞിരിക്കും. അപ്പം ഞങ്ങളും ചുമ്മാ ഒന്ന് റിയാക്ട് ചെയ്തതാണ്, വെറുതെ പോസ്റ്റ് അടിച്ചിരുന്നപ്പം ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതിപ്പം ഇതിനും ഫുള്ള് നെഗറ്റീവ്സ് ആയിരിക്കും എന്നൊക്കെ അറിയാം. കാര്യം പുള്ളിക്ക് ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉണ്ട്, സപ്പോർട്ടേഴ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്. അപ്പം അവർക്കെല്ലാം ഫീൽ ആവുമായിരിക്കും ഇങ്ങനൊരു വീഡിയോ കാണുമ്പം. അതേപോലെ ഫീൽ ആവും ഈ പുള്ളിക്കാരെ ട്രോൾ ചെയ്യുന്നവരും. പക്ഷേ ട്രോള് ഏറ്റുവാങ്ങുന്നവർ അവരൊന്നും വെറുതെ ആവശ്യമില്ലാതെ സെഡ് ആവണ്ട. ഈ ട്രോളൊക്കെ നല്ലതാ, നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവത്തേ ഉള്ളൂ. എല്ലാവരും ഒന്നും നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാരായിരിക്കത്തില്ല. കുറേ പേരൊക്കെ നിങ്ങളെ അംഗീകരിക്കും, കുറേ പേരൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരിക്കലും വിഷമിക്കരുത്. ട്രോളൊക്കെ നല്ലതാ, 10 പേരെ അറിയുന്നതാ. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും കൂടെ ഉണ്ട്. ആ ഒരു സൈഡ് മാത്രം കണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ അർജുൻ ബ്രോ ഒരു ഇതിലെടുക്കുക. ഇപ്പം ആൾക്കാർ അത് ഒരു എന്താ പറയുക, ഒരു സ്പിരിറ്റിലെടുക്കുക, ഒരു സ്പിരിറ്റിൽ